എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. പാർട്ട് 1 വീഡിയോ ആണിത്. ചാപ്റ്ററിൻ്റെ പേര് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യം തന്നെ എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും മാത്സ് ചെയ്ത് തന്നെ പഠിക്കുക, വായിച്ച് പഠിക്കാതിരിക്കുക, ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് വിടാം. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് നമ്പർ കോമ ഇട്ട് താഴെ എഴുതിയിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സീക്വൻസ് ഞാൻ വായിക്കാം. 2, 4, 6, 8 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ 2 വീതം ആഡ് ചെയ്തിട്ടാണ് അല്ലേ, എല്ലായിടത്തും 2 വീതം ആഡ് ചെയ്തിട്ടാണ് ഈ നമ്പർ എഴുതിയിരിക്കുന്നത് മനസ്സിലാകും അല്ലേ. അപ്പോൾ അവിടുത്തെ ഒരു ഫിക്സ്ഡ് നമ്പർ വെച്ചിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ആ ഫിക്സ്ഡ് നമ്പർ എത്രയാണ്? 2 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അടുത്ത സീക്വൻസ് നോക്കാം. 4, 9, 14, 19 എക്സെട്ര. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 5 വെച്ചിട്ട് അല്ലേ, ഓരോ 4ൽ നിന്ന് 9 കിട്ടാൻ 5 ആഡ് ചെയ്തു, 9ൻ്റെ കൂടെ വീണ്ടും 5 ആഡ് ചെയ്തു, വീണ്ടും 5 ആഡ് ചെയ്തു, 19 കിട്ടി അല്ലേ. അപ്പോൾ അങ്ങനെയാണ് 5 എന്ന ഫിക്സ്ഡ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഈ സീക്വൻസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത സീക്വൻസ് നോക്കാം. 10, 8, 6, 4 എക്സെട്ര. ഓക്കെ, അതായത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി കുറഞ്ഞ് വരുന്ന സീരീസ് ആണ് അല്ലേ. അടുത്ത സീക്വൻസ് നോക്കാം. 10, 8, 6, 4 എക്സെട്ര അല്ലേ. അപ്പോൾ കുറഞ്ഞ് വരുന്ന സീക്വൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ടൈം 10 ആയിരുന്നു, സെക്കൻഡ് ടൈം 8 ആണ്. അപ്പോൾ 2 കുറഞ്ഞിട്ടുണ്ട്, 8 കഴിഞ്ഞ് 6 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം വീണ്ടും 2 കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഫിക്സ്ഡ് നമ്പറാണ് കുറച്ചിരിക്കുന്നത്. ആ ഫിക്സ്ഡ് നമ്പർ എത്രയാണ്? -2 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത സീക്വൻസ് നോക്കാം. 11, 10, 9, 8 എക്സെട്ര. ഓക്കെ, ഇതും കുറഞ്ഞ് തന്നെ വരുന്ന സീക്വൻസ് ആണ് അല്ലേ. 1 ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും, 1 വെച്ചാണ് കുറച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഫിക്സ്ഡ് നമ്പർ എത്രയാണ്? -1 ആണ്. ഓക്കെ, അടുത്ത സീക്വൻസ് നോക്കി. 180, 180, 180, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഒറ്റ തോട്ടത്തിൽ നമുക്ക് ഇത് സംശയമായി അല്ലേ, ഇത് ഏത് നമ്പർ വെച്ചിട്ടാണ് ഇങ്ങനെ ആഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടോ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കി മനസ്സിലാവും, 180യുടെ കൂടെ 0 ആഡ് ചെയ്താലല്ലേ 180 കിട്ടുക. ഓക്കെ, വീണ്ടും അതിൻ്റെ കൂടെ 0 ആഡ് ചെയ്തു, അപ്പോൾ വീണ്ടും 180 കിട്ടി അല്ലേ. അപ്പോൾ അടുത്ത ടൈം എത്രയായിരിക്കും? തീർച്ചയായും 180. അടുത്ത ടൈം 180, അല്ലെങ്കിൽ സീക്വൻസിൽ എല്ലാ ടൈംസും എത്രയായിരിക്കും? 180 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഫിക്സ്ഡ് നമ്പർ എത്രയാണ്? 0 ആണ്. ഓക്കെ, തൊട്ട് താഴത്തെ സീക്വൻസ് നോക്കി. 5, 5, 5, എക്സെട്ര അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഓരോ നമ്പർ എത്രയാണ്? 5 തന്നെയാണ്. അപ്പോൾ അവിടെ ആഡ് ചെയ്തിരിക്കുന്ന നമ്പർ എത്രയായിരിക്കും? 0 തന്നെയായിരിക്കും. ഓക്കെ, 0 വെച്ചിട്ടാണ് ഈ സീക്വൻസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഈ സീക്വൻസിലെല്ലാം ഒരു ഫിക്സ്ഡ് നമ്പർ ആഡ് ചെയ്തോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തോ ആണ് ഈ സീക്വൻസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ആ ഫിക്സ്ഡ് നമ്പറിനെ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, അതായത് ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫിക്സ്ഡ് നമ്പർ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്ത് എഴുതുന്ന സീക്വൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത് അല്ലേ. ആ ഫിക്സ്ഡ് നമ്പറിനെ പറയുന്ന പേരാണ്, ആ ഫിക്സ്ഡ് നമ്പേഴ്സിനെ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, ഡി എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. കോമൺ ഡിഫറൻസിന് ഏതൊക്കെ വാല്യൂസ് ആവാം എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അതായത് ഇവിടെ രണ്ടും പോസിറ്റീവ് ആയിരുന്നു അല്ലേ. ആദ്യത്തെ 2 ഫിക്സ്ഡ് നമ്പർ, അതായത് കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു. അടുത്ത 2 സീക്വൻസ് എടുത്തപ്പോൾ അതിൻ്റെ 2 ഫിക്സ്ഡ് നമ്പർ ഏതായിരുന്നു? നെഗറ്റീവ് സംഖ്യകളായിരുന്നു അല്ലേ. അടുത്ത 2 സീക്വൻസിലും 0 ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി കോമൺ ഡിഫറൻസിന് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ പാടുള്ളൂ എന്നില്ല. അതിന് ഏതൊക്കെ വാല്യൂസ് വരാം? പോസിറ്റീവ് ആവാം, 0 വരാം, നെഗറ്റീവ് നമ്പേഴ്സും വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അത് തൊട്ട് താഴെയായിട്ട് ഞാൻ കുറച്ച് നമ്പേഴ്സ് കോമയിട്ട് വീണ്ടും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കേ. 2, 5, 6, 8, 9 അല്ലേ. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? അതെ, 3 ആണ് അല്ലേ. അടുത്ത ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 6ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ഉള്ളൂ. ഓക്കെ, അടുത്ത 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ് അല്ലേ. 8ൻ്റെ കൂടെ 1 ആയി കിട്ടാൻ 1 ആഡ് ചെയ്താൽ മതി. അവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫിക്സ്ഡ് നമ്പർ ആണോ ആഡ് ചെയ്തിരിക്കുന്നത്? അല്ല, ഫിക്സ്ഡ് നമ്പർ അല്ല. ഓക്കെ, തൊട്ട് താഴത്തെ സീക്വൻസ് നോക്കാം. 3, 4 അല്ലേ, ഡിഫറൻസ് 1 ആണ്. ഇവിടെ ഡിഫറൻസ് 4 ആണ്. ഇവിടെ ഡിഫറൻസ് 6 ആണ്. ഇവിടെ ഡിഫറൻസ് 2 ആണ്. ഓക്കെ, ഇവിടെ ഒരു ഫിക്സ്ഡ് നമ്പർ ഇല്ല. ഓക്കെ, തൊട്ട് താഴത്തെ സീക്വൻസ് കൂടെ നോക്കാം. 12, ഡിഫറൻസ് 5 ആണ്. ഡിഫറൻസ് 2 ആണ്. ഡിഫറൻസ് 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫിക്സ്ഡ് നമ്പർ ഇല്ല, ഡിഫറൻസ് ഉണ്ട്, പക്ഷേ അവിടെ എന്തില്ല? കോമൺ ഡിഫറൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല, തീർച്ചയായും അല്ല. ഓക്കെ, ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു സീക്വൻസ് തന്നിരിക്കുന്ന സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ താഴെ വീണ്ടും ഒരു സീരീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. 2, 4, 6, 8. ഓക്കെ, അപ്പോൾ ഇതിന് ഈ സീക്വൻസിൽ ഓരോന്നിനെയും ടേംസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഓരോ നമ്പേഴ്സിനെ എന്ന് വിളിക്കുക? ടേംസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിനെ നമ്മൾ T1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഫസ്റ്റ് ടേം. ഓക്കെ, അതിനെ നമ്മൾ T1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതായത് ഒന്നാമത് കിടക്കുന്ന ആളാണ് 2. ഓക്കെ, സെക്കൻഡ് ടേമിന് നമ്മൾ T2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. രണ്ടാമത് കിടക്കുന്ന ആളാണ് 4. സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന ആളാണ് 4. ഓക്കെ, തേർഡ് പൊസിഷനിൽ കിടക്കുന്ന ആളെ T3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതിനെ തേർഡ് ടേം എന്ന് വിളിക്കും. ഓക്കെ, ആ പൊസിഷനിൽ കിടക്കുന്ന ആൾ ആരാണ്? 6 ആണ്. ഓക്കെ, ഫോർത്ത് ടേമിനെ T4 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ,
അതിന് ആ ഫോർത്ത് പൊസിഷൻ കിടക്കുന്ന ആളാണ് 8. ഓക്കെ, ഇത് ജസ്റ്റ് പൊസിഷൻ ആൻഡ് ടേം എന്നുള്ള കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടേമാണ് കോമൺ ഡിഫറൻസ് അല്ലേ, ഡി. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഡി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അത് എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, ഡി എന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടേമാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഡി കണ്ടുപിടിക്കാൻ പ്രധാനമായിട്ട് 2 മെത്തേഡാണുള്ളത്, 2 മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഓരോ സിറ്റുവേഷനിലും ഈ ഓരോ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഈ ഫസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കുക, എപ്പോഴാണ് സെക്കൻഡ് മെത്തേഡ് ഉപയോഗിക്കുക ഡി കണ്ടുപിടിക്കാൻ. ഓക്കെ, എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. ഡി കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ടേമിൽ നിന്ന് തൊട്ട് പുറകിലുള്ള ടേം കുറച്ചാൽ മതി. ഓക്കെ, അടുത്തടുത്ത ടേം അറിയാമെങ്കിൽ മാത്രമാണ് ഈ രീതി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ പ്രാക്ടീസിന് വേണ്ടി 2 എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. 3, 6, 9, 12 എക്സെട്ര. അപ്പോൾ ഇവിടെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലല്ലേ, അപ്പം 3 ആഡ് ചെയ്താണ് ഈ സീക്വൻസ് ചെയ്തിരിക്കുന്നത്, നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും നമ്പർ കിട്ടിയാലും കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ടേം എടുത്തു. ഓക്കെ, 6 എടുത്തു. ഓക്കെ, 6 എടുത്തു. 6ൽ നിന്ന് തൊട്ട് പുറകിലുള്ള ടേം എന്ന് പറയുമ്പോൾ 3 അല്ലേ, 6 - 3 അതിന് ഡിഫറൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 6 - 3 എടുക്കുക. അപ്പോൾ എത്രയാണ്, 3 ആണ് കോമൺ ഡിഫറൻസ് അല്ലേ. 3 എന്ന ഫിക്സ്ഡ് നമ്പർ ആഡ് ചെയ്തല്ലേ ഈ സീക്വൻസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി, എന്നാൽ നമുക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്ത് ഞാനിപ്പം എനിക്ക് 6 എടുക്കാൻ തോന്നുന്നില്ല, എനിക്ക് 12 എടുക്കാനാണ് തോന്നിയത്. ഓക്കെ, അപ്പോൾ ഞാൻ 12 എന്ന് പറഞ്ഞ ടൈം എടുത്തു. അതിൻ്റെ തൊട്ട് പുറകിലുള്ള ടൈം എത്രയാണ്, 9 - 9. അപ്പോൾ എത്രയാണ് കിട്ടുക, 3. ഓക്കെ, അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്ക് മനസ്സിലായി, എത്രയാണ്, 3 ആണെന്ന് മനസ്സിലായി. ഓക്കെ, താഴെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, -10 - 6 - 2 2. ഓക്കെ, ഇത് കൂടി വരുന്ന ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ, ഇത് കൂടി വരുന്ന ഒരു സീക്വൻസ് ആണ്. ഓക്കെ, -10 നിന്ന് പിന്നെ -6 എത്തും, അത് കൂടുകയാണ് ചെയ്തത്. ഓക്കെ, -6 നിന്ന് -2 എത്തും വീണ്ടും കൂടുക ചെയ്തത്. എത്ര കൂടിയെന്ന് നമുക്ക് കണ്ടുപിടിക്കുക, അതാണ് കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ടേം എടുക്കുക, അതിൻ്റെ തൊട്ട് പുറകിലുള്ള ടേം കുറയ്ക്കുക. അപ്പോൾ റൈറ്റ് മൈനസ് ലെഫ്റ്റ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ എടുത്ത ടേം -2 ആണ്, -2 എഴുതി. ഓക്കെ, അതിൽ നിന്ന് എന്ത് ചെയ്യണം, കുറയ്ക്കണം അല്ലേ. കുറയ്ക്കണമെങ്കിൽ മൈനസ് ഇട്ടു. ഓക്കെ, കുറയ്ക്കാനുള്ള മൈനസ് ചിഹ്നം ഇട്ടു. ഏതാ കുറയ്ക്കണ്ടേ, -6 കുറയ്ക്കണ്ടേ, അപ്പോൾ -6 എഴുതണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 മൈനസ് വരും അവിടെ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, -2 + 6 എത്രയാണ്, -2 + 6, മൈനസും ചേർന്ന് പ്ലസ് ആയി. ഓക്കെ, -2 + 6 എന്ന് പറഞ്ഞാൽ 6ൽ നിന്ന് 2 കുറയ്ക്കണം എന്നർത്ഥം. ഓക്കെ, 6ൽ നിന്ന് 2 കുറച്ച് എത്രയാണ്, 4 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് 4 ആണ്. ഓക്കെ, നമുക്ക് വേറൊരു നമ്പർ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ 2 ആണ് എടുക്കുന്നതെങ്കിൽ അതിന് തൊട്ട് ബാക്കിയുള്ള നമ്പർ എടുക്കാം. ഓക്കെ, അപ്പോൾ 2 എടുത്തു, അതിന് തൊട്ട് പുറകിലുള്ള നമ്പർ തരാം -2 ആണ്. 2ൽ നിന്ന് കുറയ്ക്കണം -2. ഓക്കെ, അപ്പോൾ എത്രയാണ്, 2 + 2 വരും. 2 + 2 എത്രയാണ്, 4 ആണ്. ഒരു നമ്പർ കൂടി എടുത്ത് ചെയ്ത് നോക്കാം, -6 എടുത്ത് ചെയ്ത് നോക്കാം. ഓക്കെ, -6 കുറയ്ക്കണം, ഏതാ കുറയ്ക്കണ്ടേ, -10 കുറയ്ക്കണ്ടേ, -10. ഓക്കെ, അപ്പോൾ നോക്കി, -6 + 10 എന്നായി അല്ലേ, മൈനസും ചേർന്ന് പ്ലസ് ആയി. ഓക്കെ, ഈ സീക്വൽ എത്രയാണ്, 10ൽ നിന്ന് 6 കുറയ്ക്കണം, എത്രയാണ്, 4. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി കോമൺ ഡിഫറൻസ് എത്രയാണ്, 4 ആണ്. ഇത് അടുത്തടുത്ത ടേംസുകൾ അറിയുമ്പോഴാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി അടുത്തടുത്ത ടേം അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടത്, അതാണ് കൂടുതലും ചോദിക്കുന്നത്. മറ്റേത് എത്ര സിമ്പിളാണ്. സെക്കൻഡ് മെത്തേഡ് നോക്കാം. ഡി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അടുത്തടുത്ത ടേം അറിയില്ലാത്ത പ്രോബ്ലംസിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പരിചയമുള്ള സീക്വൻസ് ആണ്, നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അറിയില്ല, ഫസ്റ്റ് ടേം അറിയില്ല, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം അറിയാം, എത്രയാണ്, 6 ആണ്. ഓക്കെ, ഫോർത്ത് ടേം അറിയില്ല, ഫിഫ്ത്ത് ടേം അറിയില്ല, സിക്സ്ത്ത് അറിയില്ല, സെവൻത്ത് അറിയില്ല, 8th അറിയില്ല, പിന്നെ 9th ടേം അറിയാമുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് 10th ടേം അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് പൊസിഷൻ നമ്പർ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതായത് പൊസിഷൻ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇക്വേഷനിൽ പൊസിഷൻ ഡിഫറൻസ് ഇട്ട് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമിന് ഞാൻ T1 എന്ന് കൊടുത്തു. ഓക്കെ, സെക്കൻഡ് ടൈമിന് T2 എന്ന് കൊടുത്തു, തേർഡ് ടൈമിന് T3. ഓക്കെ, അടുത്ത് T4, T5, T6, T7, T8, T9, T10. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഡി കണ്ടുപിടിക്കണമെങ്കിൽ ടേം ഡിഫറൻസ് ഇക്വേഷൻ എഴുതുക, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ. ഡിഫറൻസ് ആണ്. ഓക്കെ, ഗിവൺ ഡേറ്റ ഒന്ന് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കേ ഏതൊക്കെ ടൈംസാണ് തന്നിരിക്കുന്നത്. ഇവിടുന്ന് T3 തന്നിട്ടുണ്ട് അല്ലേ. T3 എത്രയാണ്, T3യുടെ വാല്യൂ എത്രയാണ്, 6 ആണ്. 3 എന്ന് പറഞ്ഞാൽ പൊസിഷനാണ് കേട്ടോ. ഓക്കെ, T3 മൂന്നാമത് കിടക്കുന്ന ടൈം. ഓക്കെ, അതാണ് 6. ഓക്കെ, അടുത്ത് T9 തന്നിട്ടുണ്ടല്ലേ. T9 എത്രയാണ്, 18 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ 9th പൊസിഷനിൽ കിടക്കുന്ന ടേമിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ മൈനസ് ലോവസ്റ്റ് പൊസിഷൻ ഓർത്തോണം. കുറയ്ക്കുമ്പോൾ എല്ലാവരും സംഖ്യകൾ നോക്കി കുറയ്ക്കും. സംഖ്യകൾ നോക്കിയല്ല കുറയ്ക്കണ്ടേ, ഹയസ്റ്റ് പൊസിഷൻ ടു ലോവസ്റ്റ് പൊസിഷൻ നോക്കണം. ഓക്കെ, ഹയസ്റ്റ് പൊസിഷൻ ടു
ലോവസ്റ്റ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് പൊസിഷൻ കിടക്കണ ഏതാ? 9 അല്ലേ. 9th ടേം എത്രയാണ്? ടേമിൻ്റെ ഡിഫറൻസ് എടുക്കണ്ടേ? ഓക്കെ, അപ്പോൾ ടേം ഡിഫറൻസ് ആണ് മുകളിൽ എഴുതാനുള്ളത്. അപ്പോൾ ടേമിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 18 അല്ലേ. ഹയസ്റ്റ് പൊസിഷൻ കിടക്കുന്ന ടേം 18 അല്ലേ. 18 മൈനസ് 6 അല്ലേ. തേർഡ് പൊസിഷനിൽ കിടക്കുന്നത് 6. ഓക്കെ, 6. ഓക്കെ, ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ 9th പൊസിഷൻ മൈനസ് തേർഡ് പൊസിഷൻ. അപ്പോൾ 9 മൈനസ് 3. ഓക്കെ, ജസ്റ്റ് ഇത്ര ഉള്ളൂ, എളുപ്പമാണ് അല്ലേ. 18 മൈനസ് 6 എത്രയാണ്? 12 ആണ് അല്ലേ. 9 മൈനസ് 3 എത്രയാണ്? 6 ആണ്. 12/6 എന്ന് പറഞ്ഞാൽ 2 ആണ് ആൻസർ. ഓക്കെ, 2 ആണെങ്കിൽ ഈ സീക്വൻസ് സിമ്പിളായിട്ട് നമുക്ക് എഴുതാമല്ലോ അല്ലേ. ഇവിടുന്ന് 2 ആഡ് ചെയ്തായിരിക്കും എഴുതിയിരിക്കുന്നത്. +2 അല്ലേ നമുക്ക് ഡി കിട്ടിയത് അല്ലേ. കോമൺ ഡിഫറൻസ് ഡി +2 ആണ് കിട്ടിയത്. അപ്പം ജസ്റ്റ് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 8, 2 ആഡ് ചെയ്തു 10, 2 ആഡ് ചെയ്തു 12 അല്ലേ. 2 ആഡ് ചെയ്താൽ 14, 14ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 16. ഓക്കെ, 18 എത്തി, ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനൂടെ വീണ്ടും 2 ആഡ് ചെയ്താൽ 20 ആയിരിക്കും. ഓക്കെ, അപ്പം മുന്നിലത്തെ ടൈം കിട്ടാൻ എന്ത് ചെയ്യണം? 2 ആഡ്, ഇവിടുന്ന് 2 ആഡ് ചെയ്യുമ്പോഴാണല്ലോ ഈ 6 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ ടൈം കിട്ടാൻ ഇവിടുന്ന് 6ൽ നിന്ന് 2 കുറച്ചാൽ മതി. അപ്പോൾ എത്രയാണ്? 4. ഓക്കെ, വീണ്ടും 2 കുറച്ചു, എത്രയാണ്? 2. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവർക്കും പരിചയമുള്ള ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആയിരുന്നു അതല്ലേ. 2, 4, 6, 8, 10, 12, 14, 16, 12. ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ തന്നെ കുറേ പേർക്ക് മനസ്സിലായി കാണും. പക്ഷേ നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കണമല്ലോ. വേറെ ഏത് ടൈപ്പ് പ്രോബ്ലം ചെയ്ത് തന്നാലും നമ്മൾ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ച് പഠിപ്പിച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എല്ലായിടത്തും ആവശ്യമുണ്ട്. ഡയറക്റ്റ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വന്നില്ലെങ്കിലും ഓരോ പ്രോബ്ലത്തിലും നമുക്കത് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഫൈൻഡ് കോമൺ ഡിഫറൻസ് ഫോർ ദ ഫോളോയിങ് അരിത്തമെറ്റിക് സീക്വൻസ്. എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ. താഴെ തന്നിരിക്കുന്ന സമാന്തര ശ്രേണികളുടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ ചെയ്ത സീക്വൻസ് ആണ്, നമുക്ക് എഴുതി നോക്കാം. എന്നാലും ഒരു ടൈം എടുക്കുക, അതിന് തൊട്ട് പുറകിലുള്ള ടൈം കുറയ്ക്കാം. 4 മൈനസ് 2 കുറച്ചു, എത്രയാണ്? 2 കിട്ടി. ഓക്കെ, അടുത്ത നമ്പർ കുറയ്ക്കുക. ഞാൻ 6 എടുത്തു. ഓക്കെ, 6ൽ നിന്ന് അതിൻ്റെ തൊട്ട് പുറകിലുള്ള ടൈം തന്നിട്ടുണ്ടല്ലോ അല്ലേ. 4. എത്രയാണ്? 2 ആണ്. ഓക്കെ, അടുത്ത സീക്വൻസ് നോക്കുക. ഞാൻ ഒരു ടൈം എടുക്കും. 4 ആണ് എടുക്കാൻ തോന്നി. ഓക്കെ, ഞാൻ 4 എടുത്തു. അതിന് തൊട്ട് പുറകിലുള്ള ടൈം അതാണ് ഇടതുവശത്ത് കിടക്കുന്നത്. 6 ആണ്. ഓക്കെ, 4 മൈനസ് 6 അപ്പോൾ എത്രയാണ്? 4ൽ നിന്നാണ് 6 കുറയ്ക്കുന്നത് അല്ലേ. 6ൽ നിന്ന് 4 കുറച്ചെങ്കിൽ എത്രയായിരുന്നു? 2 ആയിരുന്നു. ഓക്കെ, 4ൽ നിന്ന് 6 കുറയ്ക്കുമ്പം എന്ത് ചെയ്യണം? ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ പറഞ്ഞാൽ 6ൽ നിന്ന്, ഇതെല്ലാവർക്കും ബേസിക് ക്ലാസ് അറിയില്ലെങ്കിൽ ഞാൻ ബേസിക് ക്ലാസ്സിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ അത് കാണുക കേട്ടോ. 6ൽ നിന്ന് 4 കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. 6ൽ 4 കുറച്ചാൽ 2. ഓക്കെ, 2 കിട്ടും. അപ്പോൾ നെഗറ്റീവ് ചിഹ്നം കൊടുക്കണം. -2. ഡി കണ്ടുപിടിച്ചു. നമുക്ക് എന്നോട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 പ്രാവശ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പം വേറെ നമ്പർ എടുക്കുക. 6ൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 6 എടുക്കുക. അതിന് തൊട്ട് പുറകിലുള്ള ടൈം 8 ആണ്. ഓക്കെ, 6 മൈനസ് 8 എത്രയാണ്? -2 ആണ് അല്ലേ. ഓക്കെ, അടുത്ത സീക്വൻസ് നോക്കുക. 360, 360, 360 എക്സെട്ര. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായ ആൻസർ 360 മൈനസ് 360 അല്ലേ. 2 പുറകിൽ കിടക്കുന്ന എല്ലാ ടൈംസും ഈക്വൽ ആയതുകൊണ്ട് കുറയ്ക്കുമ്പോൾ എത്രയാണ്? 0 അല്ലേ. ഓക്കെ, അടുത്ത എന്നോട് ചെയ്യണമെങ്കിൽ 360 തന്നെ വരുന്നത്. ഓക്കെ, ഏത് ടൈം എടുത്താലും അതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ 360 ആണ്. ഓക്കെ, 360 മൈനസ് 360 എത്രയാണ്? 0. ഓക്കെ, അടുത്തത് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ -4ൽ നിന്ന് 0 കുറയ്ക്കാം അല്ലേ. -4 കുറയ്ക്കണം 0. ഓക്കെ, -4ൽ നിന്ന് തൊട്ട് പുറകിലുള്ള ടൈം കുറയ്ക്കുക. ഓക്കെ, ഈ -4 എഴുതി. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം ആൻസർ എത്രയാണ്? -4 തന്നെ. ഓക്കെ, നമുക്ക് ഇത് വെച്ച് ചെയ്ത് നോക്കാം. -8ൽ നിന്ന് കുറയ്ക്കണം -4. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? -8 +4 എന്നായി അല്ലേ. -8ൽ നിന്ന് കൂട്ടണം 4. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? -4 ആണ് ആൻസർ. ഓക്കെ, ഓക്കെ, തൊട്ട് താഴെയുള്ള പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഈ നമ്പർ എടുത്തു. ഓക്കെ, ഓക്കെ, അടുത്ത പ്രോബ്ലംസ് നോക്കാം. -10, -6, -2, 2 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഞാൻ -6ൽ നിന്നാണ് കുറയ്ക്കണത്. -6 മൈനസ് -10. ഓക്കെ, എത്രയാണ്? -6 + 10. അതിൻ്റെ ആൻസർ എത്രയാണ്? ഓക്കെ, അതിൻ്റെ ആൻസർ എത്രയാണ്? 4 ആണ്. 10ൽ നിന്ന് 6 കുറയ്ക്കണം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ എത്രയാണ്? 4. ഓക്കെ, അടുത്ത് നോക്കുക. -2ൽ നിന്ന് ഞാൻ എടുക്കുന്നത്. -2ൽ നിന്ന് തൊട്ട് പുറകിലുള്ള ടൈം അതാണ് -6 അല്ലേ. കുറയ്ക്കണം. എന്താ കുറയ്ക്കണം? -6 കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ എത്രയാണ്? -2 + 6 എത്രയാണ് ആൻസർ? 6ൽ നിന്ന് 2 കുറയ്ക്കണം എന്നർത്ഥം. അപ്പോൾ എത്രയാണ്? 4 തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഉത്തരം ശരിയാണ്. കോമൺ ഡിഫറൻസ് 4 ആണ്. ഓക്കെ, അടുത്തത് ഇതാണ് എല്ലാവർക്കും ഫ്രാക്ഷൻ വരുമ്പോൾ ചെയ്യാൻ അറിയില്ലാത്ത. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതി വേണം നോക്കാം. ഓക്കെ, 5/2 എന്ന് പറഞ്ഞാൽ 5ൻ്റെ പകുതി എത്രയാണ്? 5ൻ്റെ പകുതി 2.5 ആണ്. 2.5. അടുത്ത് 3 7ൻ്റെ പകുതിയാണ് അല്ലേ. 7/2 എന്ന് വെച്ചാൽ 7ൻ്റെ പകുതി എത്രയാണ്? 3.5. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അല്ലേ. 2, 2.5, 3, 3.5 എക്സെട്ര അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താ 2ൻ്റെ കൂടെ അര കൂട്ടുമ്പോഴാണ് 2.5 കിട്ടുന്നത്. അരയുടെ കൂടെ വീണ്ടും 2.5യുടെ കൂടെ വീണ്ടും ഹാഫ് ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും അല്ലേ. 3ൻ്റെ കൂടെ വീണ്ടും ഹാഫ് ആഡ് ചെയ്യുമ്പോൾ 3.5 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറ്റ മനസ്സിലായി ഹാഫ് ആണ്. 1/2 ആണ് എന്ത്
കോമൺ ഡിഫറൻസ് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. വേറെ പ്രോബ്ലം ഫ്രാക്ഷൻ ഇട്ട് തന്നാലും നമ്മൾ ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ 5/2 എഴുതി. ഓക്കെ, 5/2 ഓക്കെ -2. ഓക്കെ, 5/2 -2 എന്നാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇത് ഫ്രാക്ഷനാണ്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ അടിയിലും സംഖ്യകളൊന്നും ഇല്ല അല്ലേ നമുക്ക്, പക്ഷേ ഒരാളുണ്ട്. ആരാ? ഒന്നുണ്ട്. ഓക്കെ ഓക്കെ ഇനി മൈനസ് ചിഹ്നം അല്ലേ, ഈ മൈനസ് ചിഹ്നം ഇവിടെ ഇട്ടു. ഓക്കെ, ഉണ്ട് 2 × 2 2 × 2 ഓക്കെ ബൈ 2 × 2 ചെയ്തു. ഓക്കെ, ഡിവൈഡഡ് ബൈ എത്രയാണ്? 2 × 1. ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് സ്ലോ ആക്കി വീഡിയോ ഒന്ന് സ്പീഡ് കുറച്ചിട്ട് കാണുക, അറിയില്ലാത്തവരൊന്ന് കാണുക കേട്ടോ. ഓക്കെ, 5 × 1 5. ഓക്കെ -2 × 2 4. ഓക്കെ ബൈ 2 × 1 2. ഓക്കെ അപ്പോൾ അതാണ് 5 ൽ 4 പോയ 1 ഓക്കെ ഡിവൈഡ് ബൈ 2 ഇറക്കി. അപ്പോൾ എത്രയാണ്? ഹാഫ് അല്ലേ. 2 ൽ അര കൂട്ടി 2.5 കിട്ടി, 2.5 അര കൂട്ടി 3 കിട്ടി, 3 വീണ്ടും ഹാഫ് കൂട്ടി 3.5 കിട്ടി. ഓക്കെ, കോമൺ ഡിഫറൻസ് എത്രയാണ്? D = 1/2 ആണ് കിട്ടി. ഓക്കെ, അപ്പോൾ അടുത്ത സീക്വൻസ് നോക്കാം. 1/2 1 1 1/2 2 2 1/2 എക്സെട്ര. 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ്, അര അല്ലേ. അര 1 1.5 2 2.5 അടുത്ത് എത്രയായിരിക്കും? 3 ആയിരിക്കും. 3 3.5 4 4.5 5 5.5 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷനാണ്. ഓക്കെ, ഇത് മിക്സഡ് ഫ്രാക്ഷനാണ് തന്നേക്കണേ. ഓക്കെ, ഈ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ മാറ്റുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, 1 1/2 എന്ന് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 2 × 1 ചെയ്യുക. 2 × 1. ഓക്കെ, ഇത് ഏത് ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷനാണ് ഇങ്ങനെയാണ് ഞാൻ മാറ്റുന്നത് കേട്ടോ. 2 × 1 ചെയ്യുക. പിന്നെ ഇവിടെ ഏത് സംഖ്യയാണ് കിടക്കുന്നത് അത് ആഡ് ചെയ്യുക. +1. ഓക്കെ ബൈ അടി കിടക്കുന്ന സംഖ്യ. ഓക്കെ 2. ഓക്കെ അപ്പോൾ എത്രയാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ 1.5 എന്ന് പറഞ്ഞാൽ 3ൻ്റെ പകുതിയില്ലേ. അപ്പോൾ നമുക്ക് 3/2 എന്ന് ശരിക്കും ചെയ്യുമ്പോൾ കിട്ടണം. ഓക്കെ, കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, 2 × 1 2 ആണ്. 2 + 1 +1 ഇട്ടു ബൈ 2. അപ്പോൾ എത്രയാണ്? 3/2. ഓക്കെ 3/2 എന്ന് കിട്ടി. 3ൻ്റെ പകുതിയല്ലേ 1.5. അപ്പോൾ ഞാൻ ഈ നമ്പേഴ്സ് ഒന്നുകൂടെ മാറ്റി ചെയ്താൽ 1/2 1 അല്ലേ. 1 1/2 എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. ഇപ്പോൾ നമ്മൾ മാറ്റി അല്ലേ, (2). ഓക്കെ, ഇത്ര നമുക്ക് മതി ചെയ്യാൻ അല്ലേ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ്. അവിടെ ഞാൻ 2ൽ നിന്നാണ് തൊട്ട് പുറകിലുള്ള ടൈം കുറയ്ക്കുന്നത്. ഓക്കെ, ഈ ടൈമിനെയാണ് നമ്മൾ മാറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2ൽ നിന്നാണ് തൊട്ട് പുറകിലുള്ള ടൈം കുറയ്ക്കുന്നത്. ഓക്കെ 2 മൈനസ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാം, 1ൽ നിന്ന് ഹാഫ് കുറച്ചാൽ ഹാഫ് എന്ന D കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള മെത്തേഡ് ചെയ്ത് നോക്കാം. 2ൽ നിന്ന് തൊട്ട് പുറകിലുള്ള ടൈം ഏതായിരുന്നു? 1 1/2 അത് 1 1/2 എന്ന് മാറ്റി നമ്മൾ 3/2 എന്ന് എഴുതിയിട്ടില്ലേ. അപ്പോൾ 2ൽ നിന്ന് ആരെ കുറച്ചാൽ മതി? 3/2 കുറച്ചാൽ 3/2. ഓക്കെ, ഇത് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ അല്ലേ. അപ്പോൾ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം എന്നോടെ. ഓക്കെ, ഇതിൻ്റെ അടിയിൽ 6 ഇട്ട് കൊടുക്കണം, 1 ഇട്ട് കൊടുക്കണം. ഓക്കെ ഓക്കെ ഇപ്പോൾ 2 ഫ്രാക്ഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫ്രാക്ഷനെ കുറയ്ക്കുന്ന മെത്തേഡ് വെച്ച് കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കാം. 2 × 2 അല്ലേ, ഫസ്റ്റ് 2 × 2 ചെയ്യുക. അപ്പോൾ 2 × 2 ചെയ്യുമ്പോൾ 4 കിട്ടും. ഓക്കെ, ഇനി മൈനസ്, ഇടയ്ക്കുള്ള ചിഹ്നം മൈനസ് ആണ്, മൈനസ് ഇട്ടു. ഓക്കെ 1 × 3 1 × 3 എത്രയാണ്? 3 ആണ് എഴുതി. ഡിവൈഡ് ബൈ ഇടുക. ഡിവൈഡ് ബൈ എത്രയാണ്? 1 × 2. ഓക്കെ 1 × 2 2 ആണ്. ഓക്കെ 4 - 3 1 ആണ്, അടിയിൽ 2 ഉണ്ട്. ഓക്കെ 1/2 അല്ലേ. നമുക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു. ഓക്കെ, എത്ര ആദ്യം തന്നെ അറിയാവുന്ന കോമൺ ഡിഫറൻസ് എത്രയാണ്? അരയുടെ കൂടെ അര കൂട്ടിയപ്പോൾ 1, 1ൻ്റെ കൂടെ അര കൂട്ടിയപ്പോൾ 1.5, 1.5യുടെ കൂടെ അര കൂട്ടിയപ്പോൾ 2, 2ൻ്റെ കൂടെ അര കൂട്ടിയപ്പോൾ 2.5. ഓക്കെ, നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേറെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫ്രാക്ഷൻ ചോദിച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എടുത്ത് ഞാൻ കാണിച്ചു തന്നത്. നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് വിടാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. വേറെ ഒന്നുമില്ല, നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ 3 കാറ്റഗറിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് 3 പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, ഫസ്റ്റ് നോക്കുക. അടുത്തടുത്ത് ഏതെങ്കിലും 2 ടേംസ് എവിടെയെങ്കിലും തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അടുത്തടുത്ത ടേംസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരെണ്ണത്തിൽ നിന്ന് തൊട്ട് പുറകിലുള്ള കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആഡ് ചെയ്യുക അങ്ങനെ എഴുതുക. ഓക്കെ, ഇവിടെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുക, ഇങ്ങോട്ടാണെങ്കിൽ ആഡ് ചെയ്യുക. ഓക്കെ ഓക്കെ ഇനി നമുക്ക് സെക്കൻഡ് കാറ്റഗറി നോക്കാം. ഒരെണ്ണം മിസ്സിംഗ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ 2 അറ്റത്തുള്ള ടേംസ് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഏതെങ്കിലും നടുക്കുള്ള ഒരു ടേം മിസ്സിംഗ് ആയിരിക്കും. 2 അറ്റത്തുള്ള അപ്പുറം ഇപ്പുറമുള്ള ടേംസ് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, കണ്ടോ, ഇത് 16-48. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ A എന്നൊരു ടേം അറിയാം, ഈ ടേം അറിയാം, C എന്നൊരു ടേമും അറിയാം. ഓക്കെ, അതിന് നടുക്കുള്ള ആളെ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അതായത് ഈ കാറ്റഗറിയിലുള്ള പ്രോബ്ലംസ്. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അതായത് എയും സിയും കൂടെ കൂട്ടുക, A + C. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 2. ഓക്കെ, അതായിരിക്കും ഈ നടുക്ക് കിടക്കുന്ന ടൈം. ഓക്കെ, അത് നമ്മൾ B വെച്ച് റിപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, ആ B എന്ന് പറഞ്ഞ ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എയും സിയും കൂടെ കൂട്ടുക, A + C. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? 2 ചെയ്യുക. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
8ഉം 12ഉം കൂടെ ആഡ് ചെയ്യുക. കിട്ടുന്ന ഉത്തരം 20 ആണല്ലേ. 20നെ നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 എന്നായിരിക്കും ഇവിടുത്തെ ആൻസർ വരിക അല്ലേ. ജസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ്, ചെയ്യിപ്പിക്കും. ഓക്കെ, നമുക്കിനി തേർഡ് കാറ്റഗറിയിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേംസോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മിസ്സിംഗ് ആയിരിക്കും. ഓക്കെ, മിനിമം 2 ടേംസ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ എന്തായിരിക്കും? മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ടേംസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം തൊട്ട് മുന്നേ പഠിച്ച ഈ ഇക്വേഷൻ ഉപയോഗിക്കുക അല്ലേ. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലം. ഓക്കെ, പേജ് നമ്പർ 15 ആണ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 15 ടോപ്പിൽ കിടക്കുന്ന പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ മിസ്സിംഗ് ടേംസ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയാം അല്ലേ. ഈ മിസ്സായ ടേംസ് കണ്ടുപിടിക്കുക. നമുക്ക് അതൊന്നും ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി വരുന്ന പ്രോബ്ലംസ് ആണല്ലേ. അടുത്തടുത്ത് 2 ടേംസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്ത് വിട്ടാൽ പോരെ. ഓക്കെ, അപ്പോൾ ആദ്യം ഡി കണ്ടുപിടിക്കണം. ഡി ഈസ് ഈക്വൽ ടു ഒരു ടേം എടുക്കുക. തന്നിരിക്കുന്ന ടേം ഇതല്ലേ ഉള്ളൂ. ഓക്കെ, ഇത് രണ്ടും ഉള്ളൂ. അപ്പോൾ ഒരു ടേം എടുക്കുക, അതിൻ്റെ ബാക്കിലത്തെ ടേം കുറയ്ക്കുക. ഓക്കെ, 42 മൈനസ് 24 എത്രയാണ്? 42 24 പോയി കഴിഞ്ഞാൽ 18 ആണ്. ഓക്കെ, 18. ഓക്കെ, കോമൺ ഡിഫറൻസ് കിട്ടി. ഓക്കെ, കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നേരെ ആഡ് ചെയ്താൽ പോരെ. ഓക്കെ, അപ്പോൾ ഈ തേർഡ് ടൈം അല്ലേ, T3 അല്ലേ അത് തേർഡ് ടൈം അല്ലേ, T3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ തേർഡ് ടൈം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? സെക്കൻഡ് ടൈം അല്ലേ, 42ൻ്റെ കൂടെ എത്ര ഡി കൂട്ടണം? ഒരു ഡി കൂട്ടിയാൽ മതി. ഓക്കെ, 42 പ്ലസ് ഡി. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് ശീലിച്ചോളൂ കേട്ടോ. ഓക്കെ, ജസ്റ്റ് 42ൻ്റെ കൂടെ 18 അങ്ങ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇക്വേഷനായിട്ട് എഴുതുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, 42 പ്ലസ് ഡി അപ്പോൾ എത്രയാണ്? 42 പ്ലസ് 18 എത്രയാണ്? 60 ആണ് തേർഡ് ടൈം അല്ലേ. ഇവിടെ കിട്ടുന്ന എത്രയാണ്? 60. ഓക്കെ, അടുത്ത നാലാമത്തെ ടൈം അല്ലേ, T4 എത്രയാണ്? ഇപ്പോൾ കിട്ടിയ ടൈം ഇത് 60 ആണല്ലോ. ഇവിടെ 60 എന്ന് എഴുതാം അല്ലേ. 60ൻ്റെ കൂടെ ഒരു 18 കൂടെ കൂട്ടുക അല്ലേ. അപ്പോൾ 60 പ്ലസ് കോമൺ ഡിഫറൻസ് ഇനി എഴുതുന്നുണ്ടല്ലോ. കോമൺ ഡിഫറൻസ് ഡി എത്രയാണ്? 18 ആണ്. ഓക്കെ, 60 പ്ലസ് 18 എത്രയാണ്? 78 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 78 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് വിടാം. വീണ്ടും നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി പ്രോബ്ലംസ് തന്നെയാണ് അല്ലേ. അടുത്തടുത്ത് ഏതെങ്കിലും 2 ടൈം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 അല്ലേ. 42 മൈനസ് 24 ഈസ് ഈക്വൽ എത്രയാണ്? തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ എത്രയാണ്? 18. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ T1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 18 ആഡ് ചെയ്തപ്പോഴാണ് ഈ ടൈം കിട്ടിയത്. ഓക്കെ, അപ്പോൾ T1 കണ്ടുപിടിക്കാൻ 18 കുറയ്ക്കണം അല്ലേ. 24 മൈനസ് 18. ഓക്കെ, അപ്പോൾ എത്രയാണ്? 6 എന്ന് കിട്ടും അല്ലേ. 6. ഓക്കെ, T1 കിട്ടി. അപ്പോൾ എത്രയാണ്? 6. ഓക്കെ, അടുത്ത ടൈം കിട്ടണമെങ്കിൽ 42ൻ്റെ കൂടെ 18 ആഡ് ചെയ്യണം അല്ലേ. അപ്പം T1 T2 T3 T4 ആണ്. ഓക്കെ, T4 ഈസ് ഈക്വൽ ടു എന്താണ്? 42 പ്ലസ് അല്ല 42 പ്ലസ് 18. ഓക്കെ, 42 പ്ലസ് 18 ഈസ് ഈക്വൽ ടു എത്രയാണ്? 60 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 60 ആണ് ഉത്തരം. ഓക്കെ, നമുക്ക് തേർഡ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ ഇതും ഫസ്റ്റ് കാറ്റഗറി തന്നെയാണ് അല്ലേ. അടുത്തടുത്ത് 2 ടേംസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഡി കണ്ടുപിടിക്കാം. എന്താണ്? 42 മൈനസ് 24 അല്ലേ. ഇത് മൈനസ് ഇത് അല്ലേ. 42 മൈനസ് 24 ഈസ് ഈക്വൽ എത്ര? 18. ഓക്കെ, അപ്പം തൊട്ട് ബാക്കിലത്തെ ടൈം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 24 അല്ലേ. T2 അല്ലേ അത്. T2 സെക്കൻഡ് ടൈം അല്ലേ. അപ്പോൾ T2 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. T2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 24നോട് 18 കുറയ്ക്കണം അല്ലേ. 24 മൈനസ് 18 എത്രയാണ്? 6 എന്ന് കിട്ടും അല്ലേ. 6. ഓക്കെ, അടുത്ത് T1 കണ്ടുപിടിക്കണമെങ്കിൽ 6ൻ്റെ കൂടെ 6ൽ നിന്ന് 18 കുറയ്ക്കണം. ഓക്കെ, 6ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 18ൽ നിന്ന് 6 കുറച്ചാൽ 12 ആണ് അല്ലേ. 12 ആണ് ആൻസർ. ഓക്കെ, ഇനി 6ൽ നിന്ന് 8 കുറയ്ക്കുക. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുന്നതുകൊണ്ട് ആൻസർ എത്രയാണ്? -12 ആണ്. ഓക്കെ, സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പോൾ ഈ ടേംസ് നമുക്ക് എഴുതിയേക്കാം അല്ലേ. -12 ആണ്. അപ്പോൾ ടേംസ് നമുക്ക് കിട്ടി എത്രയാണ്? ഒരാൾ ഇത് 6ഉം T1 എത്രയാണ്? -12. ഓക്കെ, നമ്മുടെ സെക്കൻഡ് കാറ്റഗറിയിലെ പ്രോബ്ലംസ് വന്നു. 2 ടേംസ് അറിയാം, അതിന് മിഡിലുള്ള ടൈം അറിയില്ല. ഓക്കെ, അപ്പം മിഡിൽ ടൈം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അല്ലേ. ഓക്കെ, ഓർക്കുന്നില്ലേ? ഡാഷ് അല്ലേ സി ആണെങ്കിൽ മിഡിൽ ടൈം ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ബി ഈക്വൽ ടു ഇത് രണ്ടും കൂട്ടുക അല്ലേ. A+C/2. ഓക്കെ, സിമ്പിൾ അല്ലേ. അപ്പോൾ നമുക്ക് ആ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ മിഡിൽ ടൈം അല്ലേ. അപ്പോൾ മിഡിൽ ടൈം എത്രയാണ്? T2 എന്ന് പറയാം അല്ലേ. T2 അല്ലേ. T1 T2 T2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതും കൂടെ കൂട്ടുക അല്ലേ. അപ്പോൾ 24 പ്ലസ് 42 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഡിവൈഡ് ബൈ 2. ഓക്കെ, 24 പ്ലസ് 42 എത്രയാണ്? 66 ആണ്. ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 33 അല്ലേ. 66ൻ്റെ പകുതി
33 ആണ്. ഓക്കെ, അപ്പോൾ 33 കിട്ടി. അപ്പോൾ മിഡിൽ ടേം എത്രയാണ്? 33. ഓക്കെ, ഇപ്പോൾ അടുത്തടുത്ത എല്ലാ ടേംസും കിട്ടി. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ അല്ലേ. ഡി ഈസ് ഈക്വൽ എത്രയാണ്? 42 മൈനസ് 33. ഓക്കെ, എത്ര കിട്ടി? 9 കിട്ടി അല്ലേ. 9 കിട്ടി. കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. ഇനി സിമ്പിളാണ് അല്ലേ. അടുത്ത ടൈം കണ്ടുപിടിക്കാൻ T4 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? T4 ഈസ് ഈക്വൽ ടു 42 പ്ലസ് 9 എത്രയാണ്? 42 പ്ലസ് 9 എത്രയാണ്? 51 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? 51 എന്ന് വരും. ഓക്കെ, അടുത്ത റോൾ നോക്കാം അല്ലേ. ഇതും നമ്മുടെ സെക്കൻഡ് കാറ്റഗറിയാണ്. ഓക്കെ, നോക്കാം. ആദ്യം മിഡിൽ ടൈം കണ്ടുപിടിക്കാം അല്ലേ. ഈ ടൈം 2 ടൈം അറിയാനും മിഡിലുള്ള ടൈം അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ മിഡിൽ ടൈം കണ്ടുപിടിക്കാം. T1 T2 T3 ആണ് അറിയില്ലാത്തത്. T3 ഈസ് ഈക്വൽ ടു 24 പ്ലസ് 42 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതുപോലെ തന്നെ അല്ലേ. 66 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 33. ഓക്കെ, അപ്പോൾ ഈ ടൈം എത്രയാണ്? 33 എന്ന് കിട്ടി. ഓക്കെ, ഇനി അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഡി ഈസ് ഈക്വൽ ടു 42 മൈനസ് 33 ഈസ് ഈക്വൽ എത്രയാണ്? 9 അല്ലേ. 9 തൊട്ട് മുന്നത്തെ പ്രോബ്ലമായിട്ട് സെയിം ആണ്. ഇനി നമുക്ക് തൊട്ട് ബാക്കിയുള്ള ടൈമാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അതായത് T1 നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. T1 കണ്ടുപിടിക്കണമെങ്കിൽ T2ൽ നിന്ന് അല്ലെ 24ൽ നിന്ന് കോമൺ ഡിഫറൻസ് ആയ 9 കുറച്ചാൽ മതി. അപ്പോൾ 24 മൈനസ് 9 ഓക്കെ എത്രയാണ്? 15 കിട്ടും അല്ലേ. 15 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ടൈം എത്രയാണ്? 15. ഓക്കെ, ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോബ്ലം. ആ സെക്ഷനിലെ ലാസ്റ്റ് പ്രോബ്ലമാണ്, 6ാമത്തെ പ്രോബ്ലമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ തേർഡ് കാറ്റഗറി പ്രോബ്ലം അല്ലേ. 2 അതിൽ കൂടുതലോ ഗ്യാപ്പ് വന്നു. ഓക്കെ, അപ്പോൾ 2 ഗ്യാപ്പ് വന്നു. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്യണം. ഓക്കെ, അതിന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ. പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും കണ്ടുപിടിക്കുക. ആദ്യം ടേം ഏതാ പൊസിഷൻ ഏതാ നമുക്ക് എഴുതണം. ഓക്കെ, T1 അറിയാം അല്ലേ. T1 എത്രയാണ്? T1 ഈസ് ഈക്വൽ ടു 24. ഓക്കെ, അടുത്ത് T1 T2 T3 T4 ആണ് അറിയാം. T4 ഈസ് ഈക്വൽ എത്രയാണ്? 42. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താലോ. ഓക്കെ, ടേം ഡിഫറൻസ് പറയുമ്പോൾ അല്ലേ ഹയസ്റ്റ് ടൈം ഇതല്ലേ. അപ്പോൾ 42 മൈനസ് 24 അല്ലേ. 42 മൈനസ് 24. ഓക്കെ, ഡിവൈഡ് പൊസിഷൻ അല്ലേ. ഹയസ്റ്റ് പൊസിഷൻ മൈനസ് ലോവസ്റ്റ് പൊസിഷൻ. ഓക്കെ, 4 മൈനസ് 1. ഓക്കെ, 18 അല്ലേ. നമ്മൾ ആദ്യം ചെയ്താൽ 18. ഓക്കെ, ഡിവൈഡഡ് ബൈ 3. ഓക്കെ, 18 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6. ഓക്കെ, കോമൺ ഡിഫറൻസ് 6 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് T2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? T2 എന്ന് പറഞ്ഞാൽ ഈ ടൈം അല്ലേ. ഈ ടൈം കണ്ടുപിടിക്കണേ കോമൺ ഡിഫറൻസ് 6 അല്ലേ. അപ്പം 24ൻ്റെ കൂടെ 6 ആഡ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ 24 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ടൈം. ഓക്കെ, അതായത് തേർഡ് ടൈം T3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പം ഇത് കിട്ടി 30. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടൈം കിട്ടി. നമുക്ക് 30 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ തേർഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ 30യുടെ കൂടെ വീണ്ടും 6 ആഡ് ചെയ്യാം. ഓക്കെ, T3 ഈസ് ഈക്വൽ ടു 30 പ്ലസ് കോമൺ ഡിഫറൻസ് ആയ 6 അല്ലേ. എത്രയാണ്? 36. ഓക്കെ, അപ്പോൾ നമുക്കവിടെ 36 എന്ന് എഴുതാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ചെയ്ത് തന്നെ പഠിക്കുക. അടുത്ത പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ കൂടുതൽ പ്രോബ്ലംസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും ചെയ്ത് തന്നെ പഠിക്കുക. താങ്ക്